ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ HR മാനേജർ ലക്ഷ്മി ഹരികുമാറിൻ്റെ അടുത്താണ്. നമസ്കാരം. ലക്ഷ്മി ശരിക്കും എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ എൻ്റെ സ്കൂള് ആക്ച്വലി LKG UKG ഞാൻ സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞ് 1ാം ക്ലാസ് ഞാൻ നാട്ടിലായിരുന്നു, ട്രിവാൻഡ്രത്ത്. 2ാം ക്ലാസ് തൊട്ട് ഞാൻ ദുബായിലാണ്. അജ്മാൻ ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ 12th ഇടയ്ക്ക് ഞാൻ ദുബായിലോട്ട് മാറിയിരുന്നു, 7th and 8th ഗ്രേഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സ്കൂളിംഗ് മുഴുവൻ അജ്മാൻ ഇന്ത്യൻ സ്കൂളിലാണ് ചെയ്തത്. ഈ നമ്മുടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ പറ്റുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളാണോ നല്ലത്, കോളേജാണോ നല്ലതാണ്? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള രസങ്ങളുണ്ട്. ഇപ്പം സ്കൂളാണെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്തു പോകലും നമ്മുടെ ഈ പിക്നിക്കിനൊന്നും ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല. എൻ്റെ അച്ഛനും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ട്രിപ്പിനൊക്കെ വിടാൻ. അതുകൊണ്ട് എൻ്റെ ചേച്ചിയൊന്നും അങ്ങനെ വലിയ ട്രിപ്പിനൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു, അച്ഛനമ്മ, ഞാൻ, എൻ്റെ ചേച്ചി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞങ്ങളുടെ എന്താ പറയുക ഫാമിലി ആയിട്ട് നമ്മളിവിടെ പോകുന്നതാണ് കൂടുതൽ. അപ്പം ഞാൻ അധികം അങ്ങനെ ഫ്രണ്ട്സിനോട് കറങ്ങാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ കോളേജ് അത് വേറൊരു വൈബായിരുന്നു. കാരണം അച്ഛനും അമ്മയും കൂടെ ഇല്ല. എനിക്ക് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഒരു എൻവയൺമെൻ്റ് ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നത്. പക്ഷെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഫൈനൽ ഇയർ ആയിരുന്നു. ഫസ്റ്റ് ഇയർ എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മാറി നിന്ന് ഹോസ്റ്റല്. പിന്നെ എൻ്റെ പരീക്ഷയൊക്കെ സമയമായപ്പോൾ പിന്നെ അമ്മ എൻ്റെ കൂടെ കുറച്ച് നാൾ വന്ന് നിന്നു. പിന്നെ ഇന്റേൺഷിപ്പൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ ഞാൻ വെളിയിലോട്ടൊക്കെ പോകുമായിരുന്നു. വെഞ്ഞാറമൂടായിരുന്നു കോളേജ്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഗോകുലത്തിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ആറ്റിങ്ങിലായിരുന്നു തിയേറ്റർ ഉള്ളത്. അവിടെ പോയി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിവതും മോർണിംഗിലേ പോയിട്ടുള്ളൂ, ഈവനിങ് ഒന്നും നമ്മളങ്ങനെ പോകാറില്ല. അപ്പോൾ അതിന് രണ്ട് തരമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ MBBS ആണെങ്കിലും എൻ്റെ സ്കൂൾ ലൈഫ് ആണെങ്കിലും എൻ്റെ PG ലൈഫ് ആണെങ്കിലും ഞാൻ PG ചെയ്തത് മാംഗ്ലൂരാണ്. മാംഗ്ലൂർ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ മൂവ് ചെയ്തു മാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു. അത് വേറൊരു ജീവിതമായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ PGs 2 ആണെങ്കിലും ഞങ്ങൾ 2 പെൺപിള്ളേരായിരുന്നു. ഞങ്ങൾ 2 പെൺപിള്ളേരും മാരീഡ് ആയിരുന്നു. അപ്പോൾ അതൊരു അഡൾട്ട് എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. സോ എല്ലാത്തിനും നല്ലതായിരുന്നു. നല്ലതാണ്. കാരണം നമുക്ക് മാക്സിമം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. അതെ അല്ലേ? അപ്പം ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പം ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് ഇന്നതാകണം, ഇന്നത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു? ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആകും എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനീഷ്യലി എപ്പോഴും ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ ചേച്ചിയായിരുന്നു. ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് അവൾ എപ്പോഴും ഡോക്ടർ ആവണം. പിന്നെ കൂടുതലും ഗൈനക്കാണ് അവൾക്ക് ഇഷ്ടം. അവൾ ആ പാത്തിൽ തന്നെയാണ് പോയത്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര എക്സിക്യൂട്ടീവായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഇങ്ങനെ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് ഹൈ ഹീൽസ് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു പ്രൊഫഷനായിരുന്നു എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഈ സ്ട്രീം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇതെന്താ പറയുക, സയൻസ് വേണോ അത് കൊമേഴ്സ് വേണോ, പക്ഷേ കൊമേഴ്സ് ഐ വാസ് നോട്ട് വെരി ഇൻട്രസ്റ്റഡ്. സയൻസ് തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ എനിക്ക് മാത്സ് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ 10th കഴിഞ്ഞ് മാത്സ് എടുത്തില്ല, കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് ഭയങ്കര താല്പര്യം. അത് എമിറേറ്റ്സ് ഇവിടെ ഒരു കോഴ്സ് ഉണ്ട്, എമിറേറ്റ്സിൻ്റെ കോളേജിൽ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ഞാൻ കുറേ അന്വേഷിപ്പിച്ചായിരുന്നു. അതിനെ പറ്റി ഒന്നും അന്വേഷിക്കും. പക്ഷെ അതിന് തെറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്സ് മാൻഡേറ്ററി ആണ്. അപ്പോൾ പിന്നെ എനിക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഡോക്ടേഴ്സ് കുറവാണ്. പിന്നെ ഞാൻ ആ പാത്തിലേക്ക് തന്നെ പോയി. പിന്നെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മളിപ്പോൾ പൈസ കൊടുക്കാം, അത് കൊടുക്കാം, പക്ഷെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ കാരണം അവർ എന്താ പറയുക, അവരുടെ ഒരു ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാമെന്നൊരു പ്രൊഫഷനേ ഉള്ളൂ. അത് സർവീസ്, അത് എപ്പോഴും ഒരു ഡോക്ടറിനെ കിട്ടുള്ളൂ. പിന്നെ എന്നോട് എപ്പോഴും പറയാം, ഏത് ഒരു പ്രൊഫഷൻ ആണെങ്കിലും ഒരിക്കലും ആ പ്രൊഫഷൻ ഒരു പേരിൻ്റെ കൂടെ
ചേർത്ത് ആർക്കും എഴുതാൻ പറ്റില്ല. ഇപ്പൊ എഴുതുന്നുണ്ട്, ഇപ്പൊ എല്ലാവരുടെയും പ്രൊഫഷണൽ. പക്ഷെ അതെ, അന്നും ഇന്നും ഡോക്ടറിനെ മാത്രമേ അത്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ അന്ന് കൊച്ചിലേ തൊട്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള, അതൊക്കെ നമുക്ക് ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടേ, ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ഫീൽഡിലേക്ക് വരുന്നത്. അതിൽ ആ ഡോക്ടർ ഫീൽഡ് ഇപ്പം എന്താണ്, എക്സാം കഴിഞ്ഞു, PG കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആ മേഖലയിലിട്ട് തന്നെയല്ലോ പോയത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ്? ആക്ച്വലി ഇത് എൻ്റെ ഇച്ചിരി ഒരു കൺഫ്യൂസ് എന്താ കെയോസ് ആയിരുന്നു എൻ്റെ ഒരു. അത് ഇടയ്ക്ക് കോവിഡ് വന്നപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ PG ചെയ്ത്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് റെസ്പിറേറ്ററി മെഡിസിൻ ആയിരുന്നു. കോവിഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൾമനോളജി ആയിരുന്നു കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഡിപ്പാർട്ട്മെന്റ്. സോ ഞാൻ കോവിഡ് തുടങ്ങിയ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. സോ ആ ഒരു പീരീഡിൽ എന്ന് വെച്ചാൽ പീക്ക് ഓഫ് കോവിഡ് ആയിരുന്നു. സോ ആ സമയത്ത് അവിടെ നിൽക്കുന്നത് ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു 5 years എൻ്റെ മാരിഡ് ലൈഫ് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. സോ ഇറ്റ് വാസ് വെരി പ്രഷ്യസ് പ്രഗ്നൻസി ഫോർ മീ. സോ അപ്പോൾ ഞാൻ എൻ്റെ HOD ഡോക്ടർ വിഷ്ണു ശർമ്മ സാറ് ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ്. അപ്പോൾ സാറിനോട് ഞാൻ പോയി പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഈ ഒരു പീരീഡിൽ നിൽക്കാൻ കുറച്ച്. അപ്പോൾ സാറും പറഞ്ഞു ബെറ്റർ, കാരണം നമുക്ക് ഡ്യൂട്ടീസ് ആണെങ്കിലും കാരണം നമുക്ക് നോ പറയാൻ പറ്റില്ല. കാരണം ICU പോസ്റ്റിംഗ് ഉണ്ടാവും, വാർഡിൽ പോസ്റ്റിംഗ് കാണും, അതെല്ലാം കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് ആണ്. യു വിൽ ബി എക്സ്പോസ്ഡ്. സോ നമുക്കത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ യു ക്യാൻ ടേക്ക് ലീവ് എന്ന് സാറ് പറഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ ലീവ് എടുത്തു പോയി. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് 6 മാസം തികഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ എൻ്റെ കുഞ്ഞിനെയും കൊടുത്ത്, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിക്ക് ഇവിടെ ജോലി ആയിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് മാംഗ്ലൂർ പോയി. അന്ന് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു, പുള്ളിയും ഞാനും കൂടെ അവിടെ നിന്ന് അതൊരു ആസ് എ മദർ ഒരു ഫസ്റ്റ് ആദ്യമായിട്ടൊരു അമ്മയായി കഴിഞ്ഞിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. അതൊരു ഭയങ്കര കുഞ്ഞിനെ വിട്ടിട്ട് വന്നപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷെ നമുക്ക് എൻ്റെ കോഴ്സ് തീർക്കണം. പിന്നെ ഞാൻ അവിടെ കുറച്ച് നാൾ നിന്നു, വീണ്ടും പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 months അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് ദുബായിക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഒരു 3 years സ്പെഷ്യലൈസേഷൻ കാണിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. സോ പിന്നെ ഞാൻ അവിടെ ഇടയ്ക്ക് പോയി വന്നു. അങ്ങനെ വീണ്ടും ഇതിൽ തന്നെ നിന്നു, നാട്ടില് ജോബ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാവരും ഇവിടെ തന്നെ, ഹസ്ബൻഡാണ് ഇവിടെ ജോലി കിട്ടി, എൻ്റെ ചേച്ചി, അച്ഛൻ, അമ്മ, പിള്ളേർ എല്ലാം ഇവിടെ ആയതുകൊണ്ട് പിന്നെ കുഞ്ഞിനെയും 1 വയസ്സ് 2.5 വയസ്സായപ്പോഴത്തേക്ക് പിന്നെ അവനെ ഈ പ്ലേ സ്കൂളിൽ വിട്ടു തുടങ്ങി. അപ്പോൾ അത് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഈ ഗ്യാപ്പ് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ കയറട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ അന്ന് അമ്മയായിരുന്നു, അമ്മ പറഞ്ഞു നല്ല, കാരണം അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആരുമില്ല. അച്ഛൻ്റെ 2 പെൺമക്കളാണ്, 2 പേരും ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. കെട്ടിക്കൊണ്ട് വന്ന് വെച്ചാൽ മെന്നാണെങ്കിലും 2 പേരും ഡോക്ടർ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും നിനക്ക് ആ ഒരു 3 years കഴിയാതെ കയറാൻ പറ്റില്ല. സോ നോക്ക്, അച്ഛൻ്റെ കൂടെ കയറി നോക്ക് എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. അവൾ 12th കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു MBBS കഴിഞ്ഞ സമയത്ത് കുറച്ച് നാൾ 1 year കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വർക്കിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ ചേച്ചി എപ്പോഴും കരച്ചിലായിരുന്നു. ആ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്. അച്ഛൻ ഭയങ്കര ലവബിൾ ആണല്ലോ. അതെ. ആ ലവബിളായ അച്ഛൻ ആസ് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു MD എന്ന നിലയിൽ എങ്ങനെ കാണുന്നു? അച്ഛൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വർക്കും പേഴ്സണൽ ലൈഫും കൂടെ കൂട്ടി കുഴക്കത്തില്ല. വർക്കിൽ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ഒരു സ്ട്രിക്റ്റ് പോളിസിയും കാര്യങ്ങളും അച്ഛനായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഈ ഓൾ ഫ്രം സ്ക്രാച്ച് ഹീസ് ഡെവലപ്പ് ദിസ് ഗ്രൂപ്പ്. സോ അച്ഛൻ തന്നെയാണ് ഈ പോളിസികളെല്ലാം ഫ്രം സ്ക്രാച്ച് കൊണ്ടുവന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ പോകണം. അതിനകത്ത് നിന്ന് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ ചോദിച്ചിട്ട് എന്തെങ്കിലും അത് ശരിക്കും ജെന്യുവൻ ആണെന്ന് തോന്നുന്ന കേസുകൾ എന്തായാലും അച്ഛൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കേസുകൾ എന്ത് വേണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അച്ഛൻ ചെയ്തു തരും. പക്ഷെ അതൊന്നും ചോദിക്കാതെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതികൾ ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമല്ല. പക്ഷെ അത് ഒരിക്കലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അച്ഛന് ദേഷ്യം വന്നു എന്ന് വെച്ചോ, അത് ഒരിക്കലും അത് അച്ഛൻ വീട്ടിൽ വന്ന് അവൾ അങ്ങനെ ചെയ്തു പിന്നെ പിണങ്ങിയിരിക്കുക അങ്ങനത്തെ ഒരു ഇല്ല. അത് ഓഫീസത്തെ കാര്യം ഓഫീസിൽ കഴിയും. അത് ഒരിക്കലും അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അത് കാണിക്കില്ല.
പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല. എനിക്കിപ്പോൾ അച്ഛനോട് എന്തെങ്കിലും പടക്കം വന്നാൽ ഞാൻ അത് വീട്ടിൽ 2 ദിവസം കാണിച്ചു. പക്ഷെ അത് പിന്നെ ഇപ്പൊ ഞാൻ അച്ഛനോട് കയറിയപ്പോൾ 2022 ഞാൻ കയറിയതാണ് ഇവിടെ. അപ്പൊ പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതായത് അങ്ങനെ കൂട്ടിക്കൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ നമുക്ക് പിന്നെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, വെറുതെ ഈ പിണക്കവും എന്തിനാണ്. പിന്നെ ഞാൻ അതൊരിക്കലും പിന്നെ ഞാനിപ്പോ അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവിടെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞത്. ആ മിസ്റ്റേക്കിന് എനിക്ക് ഒരു എന്നെ ഗൈഡ് ചെയ്യണമായിരുന്നു. അത് അച്ഛന്റെ രീതി എന്ന് പറഞ്ഞാൽ ആ രീതിയാണ്. അതേസമയം ആ ഇത് കഴിഞ്ഞു, നമ്മുടെ ജോബ് കഴിഞ്ഞു, അടുത്ത കാറിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ വീടിന്റെ കൂടായി. അതെ. അപ്പൊ പിന്നെ അച്ഛൻ ആ പിണക്കമില്ല, അതൊന്നുമില്ല. അപ്പോ ഞാൻ മനസ്സിലാക്കി അത് അങ്ങനെ കൂട്ടിക്കുഴയ്ക്കരുത് ഒരിക്കലും. ജോലി പ്രൊഫഷൻ ഇസ് സെപ്പറേറ്റ് ജോബ്. അപ്പൊ നമ്മുടെ കൂടെ കമ്പനിയിലാണേലും നമുക്ക് എൻ്റെ ഫാമിലി എൻ്റെ കസിൻസ് ആണെങ്കിലും കുറേ പേര് അച്ഛൻ്റെ ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരെ ഫേവർ ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എന്താണ് ഇപ്പോൾ ലീവ് ആണെങ്കിലും എന്താണെങ്കിലും നോ പറയേണ്ടടുത്ത് എനിക്ക് നോ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ മോഹൻ നോക്കി ജോലി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. വാട്ട് സി യുവർ പേഴ്സൺ കസിൻസ് ആണ്, റിലേഷൻഷിപ്പ് ഉണ്ട്, അത് വേറെയാണ്. അത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് വർക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം ഇതൊരു ഓർഗനൈസേഷനാണ്, വേറെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആൾക്കാരെ മാത്രം ഫേവർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുക. അതെ ആരും ഫേവർ ചെയ്യാനും ഒന്നും പോകരുത്. കാരണം ഇപ്പോൾ ഞാൻ ഈ എലീറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് കമ്പനിയിൽ അച്ഛൻ കയറിയപ്പോൾ തൊട്ട്, അച്ഛൻ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ കാണുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ആൻറ്റി അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന് എനിക്ക് വളരെ വളരെ അടുപ്പമുള്ള ആൾക്കാർ ഇപ്പോഴും ഈ കമ്പനികളുണ്ട്. പക്ഷെ അത് നമ്മുടെ ആ ഒരു രീതി മാറുമ്പോൾ നമ്മളിപ്പോൾ അങ്കിളല്ല എൻ്റെ സാർ വിളിക്കും, മാഡം വിളിക്കും. പക്ഷെ അത് ഇപ്പോൾ അവർ പറയുന്ന ചില റിക്വസ്റ്റ് ഒന്നും നമുക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്രൂവ് ചെയ്യണമെങ്കിൽ അത് സാറിന് മാത്രമേ പറ്റൂ. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ അത് ഒരു പിണക്കത്തിലേക്ക് വരാനുള്ള രീതിയിൽ എന്നുവെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. അതാണ്.